إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അവനെ സൂക്ഷിച്ചാൽ നമുക്ക് ഈ ലോകവും പരലോകവും വിജയിച്ച് കിട്ടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്. ആ ഒരു നിസ്കാരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഖുശൂ എന്ന് പറയുന്നത്. ഖുശൂ എന്ന് വെച്ചാൽ ഫോക്കസ്, വരുന്ന ഹ്യൂമിലിറ്റി, നമ്മൾക്ക് ആ ഒരു തൃപ്തി വരുന്നുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ബോഡി സമർപ്പിച്ച് നമ്മൾ സ്വലാത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തരം ഫ്ലോ സ്റ്റേറ്റാണ് ഖുശൂ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. കാരണം എന്താണ്? നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഖുശൂ ഇല്ലെങ്കിൽ, നമുക്ക് ആത്മാർത്ഥതയില്ലെങ്കിൽ, പിന്നെ നമുക്ക് എന്ത് കാര്യമാണുള്ളത്? നമ്മുടെ നിസ്കാരപ്പായ നമ്മൾ താഴെ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നു, നമ്മുടെ ചുണ്ട് അനങ്ങാൻ തുടങ്ങുന്നു, നമ്മുടെ ബോഡി എവിടെയുണ്ട്, പക്ഷെ നമ്മുടെ മൈൻഡ് വേറെ എവിടെയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഖുശൂവോടെ ആയിരിക്കണം ഓരോ നിസ്കാരത്തിലും നിൽക്കേണ്ടത്. തുടക്കം തൊട്ട് അവസാനം വരെ ഖുശൂവോടെ ആയിരിക്കണം നമ്മൾ നിസ്കാരം പൂർത്തിയാക്കേണ്ടത്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികളിൽ ജയിച്ചവർ തീർച്ചയായിട്ടും നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാകും, ഖുശൂ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അള്ളാഹു ഒരു സത്യവിശ്വാസിക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് ഖുശൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത നിസ്കാരത്തിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വളരെ കാമായിട്ട് ഓളു എടുക്കണം. നമ്മൾ കുറച്ച് നേരം നമ്മൾ എന്താണ് കണ്ടിരുന്നത് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഖുശൂ കിട്ടും. ഞാനൊന്നും കൂടി നിങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. ഈ ലോകവും പരലോകവും നമുക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ പറയുന്നത് അനുസരിച്ച് ഖുശൂവോടെ അവൻ തന്നെ നമുക്ക് ഗിഫ്റ്റായ സ്വലാത്തിൽ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.